നിങ്ങൾ ഈ സമയം നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വിടുക. 3 പ്രാവശ്യം ഹോൾഡ് ചെയ്യണം, എന്നിട്ട് മെല്ലെ വിടണം. അടുത്ത ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം എടുക്കുന്ന സമയത്ത് 5 വരെ എണ്ണുക. ശ്വാസം എടുക്കുമ്പോൾ 5 വരെ എണ്ണുക. ശ്വാസം ഹോൾഡ് ചെയ്യുമ്പോഴും മനസ്സിൽ 5 വരെ എണ്ണുക. അതുപോലെ തന്നെ പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ മൈൻഡിൽ 5 വരെ എണ്ണുക. ഒരാളോടും ദേഷ്യമില്ല, ഒരാളോടും അസൂയയില്ല. എത്ര വലിയ തെറ്റ് ചെയ്ത ആളായിക്കോട്ടെ, ഈ നിമിഷം നമ്മൾ ബ്ലാങ്കാണ്. നമ്മൾ വളരെ സന്തോഷവതികളാണ്. എന്റെ ജീവിതത്തിലേക്ക് പലരും കടന്നു വന്ന് സങ്കടപ്പെടും. വിഷമാകട്ടെ. സന്തോഷായോ? പക്ഷെ കരഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ. ഇനി നിങ്ങൾ കുറച്ചു നേരം എൻ്റെ കൂടെ കേട്ടോ, എൻ്റെ കൂടെ ഇങ്ങനെ ചിന്തിച്ചോളൂ. എന്നിട്ട് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ ജീവിതം പോകുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ റുട്ടീൻ എന്താണ്, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മൈൻഡിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുശേഷം നമ്മൾ മാറാൻ പോവാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ. നമ്മൾ എല്ലാ സമയവും ചിന്തിക്കുന്നത് നമ്മെ കുറ്റപ്പെടുത്തുന്ന, നമ്മെ ദേഷ്യപ്പെടുത്തുന്ന, നമ്മെ സങ്കടപ്പെടുത്തുന്ന ആളുകളെയാണ്. ആണോ അല്ലേ? തീർച്ചയായിട്ടുമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും വീട്ടിൽ നിന്നൊക്കെ പറയാറുണ്ടോ, സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ? പറയാറുണ്ടോ? എനിക്ക് ഭയങ്കര സന്തോഷം, തുള്ളിച്ചടം സന്തോഷം സന്തോഷം, ഡോപ്പമൈൻ വരുന്നു. ആർക്കെങ്കിലും ഹാപ്പിനെസിന്റെ ഹോർമോൺ ഒക്കെ ഏതാണെന്നറിയോ? ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് സങ്കടം വരുമ്പോ ടെൻഷൻ, ഡിപ്രഷൻ വരുന്നു. എപ്പോഴും ഡിപ്രഷൻ, എപ്പോഴും ടെൻഷൻ അല്ലേ? എപ്പോഴും നമ്മൾ ഉച്ചരിക്കുന്നത് എന്താണ്? എപ്പോഴും നമ്മൾ ഉച്ചരിക്കുന്നത് എന്താണ്? ടെൻഷൻ, സങ്കടം, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ആണോ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താ? ടെൻഷനാണ്, കുറവുകളാണ്, കുറ്റങ്ങളാണ്. ആണോ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സന്തോഷിക്കാനുള്ള സമയമില്ല. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞ് അങ്ങ് മരിച്ചു. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ല സന്തോഷത്തിന്റെ മൊമെന്റുകളുണ്ട്. ഈ മൊമെന്റുകൾ എന്ത് ചെയ്യണം? ഏത് നിമിഷവും നമ്മൾ എന്ത് ചെയ്യണം? ഏത് നിമിഷവും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നല്ല സന്തോഷങ്ങൾ അല്ലേ? ഇത്രയേ ഉള്ളൂ അതിന്റെ ടെക്നിക്ക്. ഇഷ്ടമുള്ള ആളുകളെ ഓർക്കുക, ഇഷ്ടമില്ലാത്ത ആളുകളെ വലിച്ചെറിയുക മനസ്സിന്ന്. അല്ലേ? മനസ്സിന്ന് വലിച്ചെറിയുക. ഇങ്ങനെയാണ്. നമ്മൾക്ക് വളരെ കാമ്പുള്ള ഇഷ്ടമുണ്ടോ? ഇനി ഞാനൊരു കാര്യം, ഒരു മനുഷ്യന് നിങ്ങളോടിപ്പോ ഒരു 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 നീ ഇവിടേക്ക്, ഞാനിപ്പം ഇവളോട് 2 തരത്തിൽ സംസാരിക്കും. നീ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നോക്കണേ. എന്താ പേരെന്താ? റുബീന അല്ലെ? ഞാൻ റുബീനനെ കാണുകയാണ്. ഞാൻ കൈ കെട്ടില്ലേ, അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ, റുബീനനെ ഞാൻ കാണുന്നു. റുബീനനെ കാണുമ്പോൾ റുബീന പിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാൻ എന്നോ അങ്ങനെ തന്നെ കാണുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ റുബീന എന്തായിരിക്കും നീ എന്നെ വെച്ച് കരുതുന്നത്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ് അല്ലേ? ഓക്കെ. ഇനി റുബീൻ അങ്ങോട്ട് തിരിഞ്ഞു. അങ്ങോട്ട് റുബീനെ ഞാൻ വിളിക്കാണ്. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. ഓക്കെ. ഇനി ഞാൻ സംസാരിക്കാണ്. റുബീനന്റെ പേര് എന്താണ്? ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. റുബീനന്റെ പേര് എന്താന്ന് ഞാൻ ചോദിക്കില്ലല്ലോ. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നു റുബീനോട്, റുബീന നല്ല അപ്പിയറൻസ് ആണ്, ഞാൻ എന്നോ പറയണമെന്ന് വിചാരിക്കുന്നത്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ
ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാവുകയും ആർക്കും വെറുപ്പില്ലാത്ത രീതിയിലേക്കൊക്കെയാണ് ആ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഫീൽ ചെയ്തത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിനക്ക് എന്ത് തോന്നും? നല്ലതായിട്ട് തോന്നും? നല്ലതായിട്ട് തോന്നും. ഒരു മനുഷ്യന്റെ മുമ്പില് ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് എല്ലാ മനുഷ്യർക്കും കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നു. ആര് എന്ത് എന്നില്ല, ആര് എന്ത് എന്നില്ല, എല്ലാ മനുഷ്യർക്കും റെസ്പെക്ട് കൊടുക്കുന്നു. എങ്ങനെയാണ് റെസ്പെക്ട് കൊടുക്കുക? ആദ്യം തന്നെ ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കുമ്പോ എന്താണ് ചെയ്യാ? യെസ്, ആദ്യം തന്നെ എന്താണ്? സ്മൈൽ. ആദ്യം സംസാരമാണോ ചിരിയാണോ വേണ്ടത്? ചിരിയാണ് വേണ്ടത്. പക്ഷെ സംസാരിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോ ചിരിയാണോ വേണ്ടത്? സംസാരമാണോ വേണ്ടത്? സംസാരമാണോ വേണ്ടത്? പേരെന്താ? ഹന്ന. ഹന്ന എന്നാ നമുക്ക് കാണാം കേട്ടോ, കാണാം എന്ന് പറഞ്ഞു പോകുന്നതോ അല്ല ഹന്ന നമുക്ക് കാണട്ടോ, ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? യെസ്, സ്മൈലാണോ? യെസ്. അപ്പം തുടക്കത്തിലും ഒടുക്കത്തിലും നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ വേണ്ടത് എന്താണ് വേണ്ടത്? സ്മൈൽ. ഓക്കെ, ആരെ കാണുമ്പോഴും നമ്മൾ ചിരിക്കുന്നു. ഓക്കെ, ഒന്ന് പുഞ്ചിരിച്ച് പൊട്ടിച്ചിരിക്കാൻ, ഒന്ന് ജസ്റ്റ് അടിപൊളിയായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നു. ഇന്നല്ല ഇവളെ. ഓക്കെ, പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ പുഞ്ചിരിക്കുമ്പോ നോക്കേണ്ട നോട്ടം എങ്ങോട്ടാണ്? ഒരു മനുഷ്യന്, ഞാനിപ്പം എന്താ പേര്? ഹന്നയും ഹസ്നയും. ഞാൻ ഹസ്നക്കും ഹന്നക്കും ഒക്കെ പണം കൊടുക്കാനുണ്ട്. ഹന്നനോട് ഞാൻ വായ്പ വാങ്ങി, പണം വായ്പ വാങ്ങിയിട്ടുണ്ട്. ഹന്നനെ ഞാൻ മുമ്പിൽ കണ്ടുപെട്ടു. പെട്ടെന്ന് പെട്ട സമയത്ത് എനിക്ക് ഇതിന്റെ പൈസ ഇല്ല, എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ. പക്ഷെ ഇവളോട് എന്നെ കണ്ടതുപോലും മറന്നു പോകണം. ഞാൻ എങ്ങോട്ട് നോക്കണം? ഫേസിലേക്കോ? അത് ശരി, എല്ലാം ഫേസിലേക്കും കണ്ണിലേക്കും ആണോ? നമ്മളെ ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും ഒരാളോട് ചൂടാവുന്ന ഒരു സന്ദർഭമാണെങ്കിൽ എങ്ങോട്ട് നോക്കിയാണ് ചൂടാവേണ്ടത്? അയാൾക്ക് സംസാരിക്കാൻ കിട്ടുകയില്ല, അവരുടെ മൈൻഡ് ഔട്ട് ആവുകയും ചെയ്യുന്ന നോട്ടമാണ് സൈക്കോളജിയിൽ മൂക്കിന്റെ തുഞ്ചത്തേക്ക് നോക്കി കൊടുക്കുക. വൈകുന്നേരം എന്നെ കണ്ടത് മറന്നു പോകും. മനസ്സിലായോ? ആദ്യം നോക്കേണ്ടത് മൂക്കിന്റെ തുഞ്ചത്തേക്കാണെങ്കിൽ അയാളോട് മറന്നു പോകും, അത് നെഗറ്റീവാണ്. ഇപ്പൊ നമ്മൾ മൂക്കിന്റെ തുഞ്ചത്തേക്കല്ല നോക്കേണ്ടത്. ഒരാളോട് സംസാരിക്കുമ്പോ ഇന്റിമസി ആവാൻ, ഇഷ്ടമുണ്ടാവാൻ, നമ്മെ മറന്നു പോവാതിരിക്കാൻ, നമ്മെ നന്നായിട്ട് സ്നേഹിക്കപ്പെടാൻ എല്ലാരെയും നോക്കണ്ട, വേണ്ട ആളുകളെ ഇന്റിമസി സോൺ, പ്രൊഫഷണൽ സോൺ, പേഴ്സണൽ സോൺ, ഈ സോണൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒരാളെ നോക്കിയിട്ട് ചിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഹന്നന്റെ വീട് ഇവിടെ, ഹന്നനെ കണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ നോക്കുന്ന നോട്ടം എങ്ങോട്ടാന്ന് എനിക്ക് തിരിയുന്നുണ്ടോ? ഞാൻ നിന്നെ നോക്കുന്നത് എങ്ങോട്ടാ തിരിയുന്നുണ്ടോ ഹസ്നക്ക്? ഞാൻ എങ്ങോട്ടാ നോക്കുന്നത് നിന്നെ? ഞാൻ നിന്നെ എങ്ങോട്ടാ നോക്കുന്നത്? ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ എങ്ങോട്ടാ നോക്കുന്നത്? ഞാനിപ്പോ എങ്ങോട്ടാ നോക്കുന്നത്? കണ്ണിലേക്കാ? കണ്ണിലേക്കാണോ? അല്ല, ആണോ? യെസ്, ഞാൻ നോക്കുന്നതൊക്കെ കണ്ണിന്റെ ഇടയിലേക്കാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നും കണ്ണിലേക്കാണ്. ഞാൻ കണ്ണിന്റെ കണ്ണിലേക്ക് ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത്. കണ്ണിന്റെ ഇടയിലേക്കാണ് ഇപ്പൊ നോക്കുന്നത്. കണ്ണിന്റെ ഇടയിലേക്ക് നോക്കിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. മനസ്സിലായോ? കോൺഫിഡന്റ് കിട്ടും, നന്നായിട്ട് കോൺഫിഡന്റ് കിട്ടും. ഒരാളോട് നമ്മൾ സംസാരിക്കും, നമ്മൾ എങ്ങോട്ട് നോക്കി സംസാരിക്കുന്നു? കണ്ണിന്റെ ഇടയിലേക്ക് നോക്കി സംസാരിക്കുന്നു. അല്ലെ? കയ്യൊന്ന് കെട്ടണ്ട, അടിപൊളിയായിട്ട് ഇരുന്നോളൂ. ഓക്കെ. രണ്ടാമത്തത് നമ്മൾ എങ്ങോട്ട് നോക്കണം? സംസാരിക്കുമ്പം ചുണ്ടിലേക്ക് നോക്കണം. ഒരിക്കൽ പോലും പറമ്പിലേക്കോ മുറ്റത്തേക്കോ അല്ലെങ്കിൽ ചുമരിന്റെ മുകളിലേക്കോ നീ ഇന്ന് പോയില്ലേ? ശരി, നിങ്ങൾ ഇന്ന് വന്നാണോ കസ്റ്റമർ? നിങ്ങളെ ഷീറ്റൊക്കെ ഇവിടെ? ഓക്കെ, അവിടെ. ഇതൊരിക്കലും സംസാരിക്കരുത്. കണ്ടോ, ഓർത്ത് ചിരിക്കുന്നുണ്ട് ചിലവര്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ ഒരാളെ മുഖത്തേക്കും കണ്ണിലേക്കും ചുണ്ടിലേക്കും നോക്കാതെ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തു തോന്നും? ഒരിക്കലും അയാൾക്ക് നമ്മെ ഓർമ്മ ഉണ്ടാവില്ല. നമ്മെ അയാൾ ഓർമ്മിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങോട്ടാണ്?
കണ്ണിന്റെ ഇടയിലേക്ക് നോക്കി സംസാരിക്കുന്നു, അല്പം ബെൻഡ് ആവുന്നു, ആദ്യം പുഞ്ചിരിക്കുന്നു, ബെൻഡായിട്ട് സംസാരിക്കുന്നു, ഒരു 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 എന്താണ് ഒരു ആളുകളെ ബഹുമാനിക്കുന്ന ഒരു ചിട്ടയിലേക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാറുന്നു. അതിൽ ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, അപ്പിയറൻസ് എല്ലാം അതിൽ പ്രസന്ന ഭാവത്തിൽ നിൽക്കുന്നു. ഇനി എനിക്ക് ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പ്രസന്നതയാവുക എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ദുഃഖമാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് സന്തോഷം വരാനുള്ള ടെക്നിക്ക് ഇത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഓക്കെ, ടെൻഷൻ പെട്ടെന്ന് വരും. ഇപ്പൊ സഫ്വാൻ സാർ ഇങ്ങനെ കൊണ്ട് നിന്നിട്ട് കഴിഞ്ഞ് മൊത്തം ഫ്യൂസ് അല്ലോ. അമ്പോൾ കുമ്മർക്ക് അങ്ങനെ നടന്നു വരും, മോളെ സന്തോഷായി. സന്തോഷായോ? സന്തോഷായി. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഏത് വിഷമഘട്ടത്തിൽ നിന്നും സന്തോഷമാവാൻ കുറച്ച് വഴികളുണ്ട്. ആ വഴികൾ നമ്മൾ ഇവിടുന്ന് പഠിക്കും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ അയാളുടെ പവറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. ഉള്ളിൽ ഇങ്ങനെ പാര വെച്ചിട്ട് അവളെ തലയെ ചവിട്ടിയിട്ട് അപ്പുറത്ത് കയറും. എന്നിട്ട് ഇവൾക്ക് മാനേജർ ആണെങ്കിൽ സീനിയർ മാനേജർ സഫ്വാൻ സാറ് അല്ലെ എല്ലാവരും കൂടി മീറ്റിംഗ് വിളിക്കുന്നു. മീറ്റിംഗ് വിളിച്ചിട്ട് നമ്മള് സീനിയർ മാനേജർ ആയിട്ട് ആരാക്കിയിട്ടുണ്ട്? ഹസ്നയെ നിയമിച്ചിരിക്കുന്നു. അടിപൊളി. അപ്പൊ കൈയടിക്കൊക്കെ ചെയ്യും. ഇവളും പാവം കൈയടിക്കും. എന്തായിരിക്കും? ഇവളെ തലയെ ചവിട്ടി മെല്ലെ കേറി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞാൻ ആര് തലയിലാണ് ചവിട്ടേണ്ടത്? സീനിയർമാർ എങ്ങനെയാ? വീണ്ടും 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 ഓരോരാളെ തലയെ ചവിട്ടിക്കും. ഒരാളെ കുറ്റം പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനത്തെ കുറ്റമാവണം എന്നറിയോ? ഹോസ്പിറ്റലിന് പ്രശ്നമാവുന്ന, സ്ഥാപനത്തിന് പ്രശ്നമാവുന്നതുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ എല്ലാം സ്ഥാപനത്തിന്റെ കുറ്റമായി കണ്ട് എല്ലാ പാരയും വെച്ചിറങ്ങി അത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോ സ്ഥാപനത്തിന്റെ കുറ്റമല്ലേ എന്ന് കണ്ടിട്ട് പാര വെക്കാൻ പോയാൽ എവിടെങ്കിലും, ഞാൻ ആരെയും കൂട്ടിയാണ് പാര വെക്കാൻ പോയത് എന്നറിയോ? ആരെയും കൂട്ടിയാ മോളെ വരുന്ന? ഞാൻ ദിൽഷനെയും കൂട്ടിയാണ് സഫ്വാൻ സാർ എടുത്ത് പോയത് അല്ലേ? സഫ്വാൻ സാർ എടുത്ത് പോകുന്ന സമയത്ത് ദിൽഷ വാതിൽക്കല് നിൽക്കാണ്. ഞാൻ പറഞ്ഞു കടുകൈ എന്നൊക്കെ പറഞ്ഞു വന്ന് ഇവള് തന്നെ എന്ത് ചെയ്യും? റുബിയെ ഒരു കാര്യം കേൾക്കണോ? ഞാനോട് പറയൂലല്ലോ. തുടങ്ങും. അവിടുന്ന് തുടങ്ങും. മറ്റേ ചങ്ങായി ഉണ്ടല്ലോ കോട്ടിട്ട് വന്ന് എന്നെ പറ്റി സഫ്വാൻ സാർ എടുത്ത് ഇവളെന്തായി? ഇവളിത് അറിയും. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ മനസ്സിലൊന്നും നിൽക്കൂല. മനസ്സിലായോ? അതുകൊണ്ട് ഒറ്റക്ക് പാര വെക്കാൻ പോണം. പാര വെക്കാൻ പോകുമ്പോ ഒരാളെ കൂട്ടിപ്പോയാൽ ആരെയാണോ പാര വെച്ചത് അവളെ 2 ദിവസം നിങ്ങൾ നിരീക്ഷിക്കണം. ഞാനാണ് പറഞ്ഞതെങ്കിൽ ഞാൻ റുബീനെ നിരീക്ഷിക്കും. അവൾ അറിഞ്ഞോ? പിന്നെ നോക്കും. അവളുടെ ആ ചിരി മാഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം തിരിഞ്ഞിട്ടുണ്ട്, അടുത്ത പാര ഇങ്ങോട്ട് വന്നിട്ടുണ്ട് തിരിയണം. അതുകൊണ്ട് ടീമാണ് നമുക്ക് ഏറ്റവും നിർബന്ധം. ആണോ അല്ലേ? ഈ ടീം സ്പിരിറ്റ് ആണ്, ടീം വർക്കാണ് നമ്മളുടെ സ്ഥാപനത്തിന്റെ വിജയം അല്ലേ? ഒരു സൂചി റുബീനെ കുത്തി ഒരാളാ കുത്തിയമ്പോൾ അയാൾക്ക് ഞരമ്പിന്റെ ഉള്ളിലൂടെ അല്ല വന്നത്. ഇവിടെ പിന്നെ ഈ ലാബിലുള്ള ആൾക്കാർ ലാബ് തന്നെ. കുത്തിയ സമയത്ത് വേദനയായി എന്ന് പറഞ്ഞാൽ ഈ അനുഭവിച്ച ഇയല്ലേ കുത്തിയെ? ഈ അനുഭവിച്ചോ? ആര് പറയും? ദിൽഷയൊക്കെ പറയും. നീ അനുഭവിച്ചോ എന്ന് പറയും. ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ പാരവെപ്പുള്ള സ്ഥലമാണോ എന്ന് നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കുക. ഒറ്റപ്പെടുത്തും. പ്രശ്നം വരുന്ന സമയത്ത് ഒറ്റപ്പെടുത്തും. ഇനി അയക്കും അല്ല. ഇവള് കുത്തിയാൽ ഇവളുടെയും പ്രശ്നം വന്നാൽ അവൾ ഒറ്റപ്പെടും. മനസ്സിലായോ? ഏത് പ്രശ്നത്തിലും ഇവിടെ പ്രശ്നങ്ങൾ തുര വരുന്ന സ്ഥലമാണ്. ആണോ അല്ലേ? ഇവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ചില സമയത്ത് ചിരിക്കുന്നു. അന്നപ്പം ആരാ ചിരിക്കാം? മോനെ മോളാണ് മോള്. ഇവരിങ്ങനെ ചിരിക്കും അല്ലേ? ഇവര് ചിരിക്കും. പ്രസവിച്ച കൂട്ടൻ അവിടുന്ന് ചിരിക്കും. ഒരു സൈഡിൽ നിന്ന് കരയൂലേ? ഒരു സ്ഥലത്തുനിന്ന് റിസൾട്ടിന് കാത്തു നിൽക്കുന്ന ഒരു മുഖം, ഇങ്ങനൊരു മുഖം. പല മുഖങ്ങളായി വരുന്ന ആളുകളായിരിക്കും എവിടെ? ഹോസ്പിറ്റലിൽ. വേറെ എവിടെങ്കിലും ഇങ്ങനത്തെ മുഖങ്ങൾ വരുമോ?
ഉണ്ടോ? ഒരു കല്യാണത്തിന് വരുമ്പോ ഹായ് ചിക്കൻ കറച്ചുന്നു, ബിരിയാണി തിന്നുന്നു, ഹായ് കാപ്പി കുടിക്കുന്നു, ഹായ് ഹോയ് ഹോയ് ഹായ്. ഇങ്ങനെ തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് കല്യാണ വീടുകളൊക്കെ. ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് നടക്കുന്നു, അവിടെ കരച്ചിൽ, ഒരാൾ മരണപ്പെട്ടു. ഇങ്ങോട്ട് നടക്കുന്നു, കുട്ടി ജനിച്ചു, ഭയങ്കര ആഘോഷം, മുട്ടായി വിതരണം, ലഡു വിതരണം. ആഘോഷങ്ങളും കരച്ചിലും കണ്ണീരും ആഘോഷവും എല്ലാം ഒരുമിച്ച് നടക്കുന്ന ഒരു സ്ഥലം ഏതാ? ഹോസ്പിറ്റലാണ്. ഇങ്ങനത്തെ ഒരു ദുരന്ത മുഖത്ത് ആളുകൾ എന്ത് ചെയ്യണം? ടീമായിട്ട് നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. വേണ്ടേ? ഒരുമിച്ച് നിൽക്കണം. ഇവിടെ പാരവെപ്പുണ്ടെങ്കിൽ ജീവിതത്തിൽ കഴിച്ചിലാവോ? ഉണ്ടോ? ഇവിടെ ഒരാൾക്ക് പ്രശ്നം വന്നാൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തി ആ രോഗിയെ ശ്രദ്ധിക്കാതിരിക്കരുത്. ആരെ ശ്രദ്ധിക്കണം? ആ രോഗിക്ക് സപ്പോർട്ട് കൊടുക്കണം. അതങ്ങനല്ല ഉമ്മ, അതങ്ങനല്ല. അത് ഇപ്പൊ നിങ്ങൾക്ക് ഈ വെയിൻ കാണാഞ്ഞിട്ടാണ്. സമാധാനിപ്പിക്കണം. അവളായി, അവളുടെ പാടായി, അവളെ അനുഭവിക്കട്ടെ, എന്നെ പാര വെച്ചോളാം എന്ന് വിചാരിക്കാൻ ഒരിക്കലും പാടില്ല. മനസ്സിലായോ? കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളുടെ സ്വഭാവ വൈകല്യം ഒരു സ്ഥാപനത്തിൽ കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ പരാജയപ്പെടും. എല്ലാ ആളുകളോടും നല്ലത് സംസാരിച്ചാൽ അവിടെ നമ്മൾ അറിയപ്പെടും. നിങ്ങൾ എന്നെ ഓർത്ത് നോക്കിയേ. ഞാൻ ആരും അറിയാതെ ദിൽഷനോടോ അസനോടോ റുബീനോടൊക്കെ ഞാൻ വായ്പ ചോദിക്കാം. ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. റുബീന ഒരു 500, ആരോടും പറയണ്ട കേട്ടോ. രണ്ടാമത് ഇവളോടും ചോദിക്കുന്നു, അവളോടും ചോദിക്കുന്നു, ബാക്കിയുള്ള ആളുകളോടും ചോദിക്കുന്നു. മൂന്നാമത്തെ ഒരാൾക്ക് ഞാൻ എഴുതുകയാണ്, ഹലോ, ആയിഷ, പിന്നെ പൈസ ആണെങ്കിൽ ചോദിക്കരുത് കേട്ടോ, എൻ്റെ ഇല്ല, വേറെ എന്ത് ഹെൽപ്പും ഞാൻ ചെയ്യാം എന്ന് അടുത്ത മെസ്സേജ് എനിക്ക് വരും. കാരണം എന്താ? നിങ്ങൾ അറിയാതെ വായ്പ വാങ്ങുന്ന ആളാണ് എന്ന് ഇവിടെ പരക്കും. ഇത്തരത്തിലുള്ള നമ്മൾക്ക് വായ്പ വാങ്ങാൻ, കടം വാങ്ങാൻ ഉള്ള ടെൻഡൻസി കൂടും. അത് കൂടുന്ന സമയത്ത് നമ്മൾ അത് കൂടിക്കൊണ്ടേയിരിക്കും. പല ഹോസ്പിറ്റലിൽ ഞാൻ നമ്മളെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ഇവിടെ കേട്ടോ, ഇവിടെ എനിക്ക് വലിയ ബന്ധമില്ല. അപ്പൊ പല ഹോസ്പിറ്റലുകളിലും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഉള്ള പരാതികൾ, ഒരുപാട് ആളുകൾക്ക് പണം കൊടുക്കാനുണ്ട്. അപ്പൊ സ്റ്റാഫുകൾ തമ്മിൽ കടം കൊടുക്കാതെയും കടം വാങ്ങാതെയും ഇരിക്കുന്നത് ബന്ധത്തിന് നല്ലതാണ്, അടിപൊളിയാണ്. ഇത് തിരിച്ച് ചോദിക്കുമ്പോ, ഇത് തിരിച്ച് ഞാൻ റുബീനോട് ചോദിക്കാണ്, ഞാനൊരു 5000 രൂപ തന്നീനും, അവിടെ നിൽക്ക്, ഞാൻ അങ്ങ് തരൂ, എനിക്കത് വിശ്വാസമില്ലേ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് രണ്ടാമത് വരും. ആദ്യം എന്താണ്? വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടോ, ഒന്ന് ഹെൽപ്പ് ചെയ്യോ, താങ്ക് യു, വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വാങ്ങുക. അത് ചോദിക്കാൻ പോകുമ്പോ നമ്മളുടെ എല്ലാ കണക്ഷനും 5000 രൂപ 500കളായിട്ട് മുറിച്ച് തന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾക്ക് ഓരോ 500 തരുമ്പോൾ ബന്ധങ്ങൾ ഇങ്ങനെ പൊട്ടുക ചെയ്യാം. ടക് ടക്. ബന്ധം പോകുന്ന ഒരു കാര്യവും ഇവിടെ നമ്മൾ ചെയ്യാതിരിക്കുക. അല്ലേ? മനസ്സിലായോ? അന്നത്തെ ദിവസം മൊത്തം ടെൻഷൻ ആയിരിക്കും. അന്നത്തെ ദിവസം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. കോൺസെൻട്രേഷൻ കിട്ടൂല, ശ്രദ്ധ കിട്ടൂല. ശ്രദ്ധ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഗുളിക വരെ മാറിപ്പോയാൽ അബദ്ധം മനസ്സിലാക്കണം. ശ്രദ്ധയുള്ളവരാവണം. അല്ലേ? ഞാൻ പറയും പോലെ നിങ്ങൾ ചെയ്യും, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ. അല്ലേ? ഞാൻ പറയും പോലെ നിങ്ങൾ ചെയ്യും, ഞാൻ കാണിച്ചു തരും പോലെ നിങ്ങൾ ചെയ്യില്ല. ഞാൻ പറയും പോലെ നിങ്ങൾ ചെയ്യും. മക്കള് പറയാറില്ലേ, മക്കളോട് നമ്മൾ പറയാറില്ലേ, പറഞ്ഞാൽ കേൾക്കൂല അല്ലേ? എപ്പോഴും പറയാം. മക്കളുണ്ടോ? എത്ര ആളുണ്ട്? 2 ആളുണ്ട്. പറഞ്ഞാൽ കേൾക്കൂല, പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുള്ള ആളുകളൊന്ന് കൈവക്കിക്കൂടി, ഒരു പ്രശ്നമില്ല. ഇവിടെ ഞാനും സഫ്വാൻ സാറും ഇവന് അബിയുള്ളൂ. ആണോ? കുറച്ചൊക്കെ പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾ ഉണ്ടാവൂലേ? ഉറപ്പായിട്ടുണ്ടാവും. അല്ലേ ചേച്ചി? ഉണ്ടാവും. ചേച്ചി എത്ര മക്കളുണ്ട്? ഒരാള്. പറഞ്ഞാൽ കേൾക്കോ? പാവാണ്. ഓക്കെ. അപ്പോ ഞാൻ പറയുന്നത് പറഞ്ഞാൽ കേൾക്കണം. ശ്രദ്ധയുണ്ടെങ്കിലേ കേൾക്കാൻ പറ്റൂ. കൈ ഉയർത്തി പിടിച്ചോളൂ. ഇങ്ങനെ വട്ടം കറക്കൂ. കറക്കില്ലേ? കറക്കി. ഓക്കെ. നെറ്റിയത് ടച്ച് ചെയ്യൂ. ടച്ച് ചെയ്തോ? നെറ്റിയത് ടച്ച് ചെയ്തു. തലമ്മല്. ഓക്കെ. തലമ്മല്. മൂക്കിന്റെ തുഞ്ചത്ത്. ഓക്കെ. മൂക്കിന്റെ തുഞ്ചത്ത്. ഓക്കെ.
രണ്ട് കണ്ണിന്റെ ഇടയില്, രണ്ട് കണ്ണിന്റെ ഇടയില്, ചെവിടില്, ചെവിടില്, ഓക്കെ. താടിയില്, താടിയാണോ ഈ കുത്തിയതൊക്കെ? ആണോ താത്ത, താടിയാണോ? എന്നിട്ടും മാറ്റുന്നില്ലല്ലോ. അവിടുന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇയാള് കാണ താത്ത താടിയാണോ? അറിയില്ല. താടി അറിയില്ല. പറഞ്ഞാൽ കേൾക്കൂല എന്ന് മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? താടിക്ക് കൈകുത്താനാ പറഞ്ഞത്. നിങ്ങൾ എന്താ ചെയ്തത്? എന്നെ നോക്കിയിട്ട് മുഖത്ത് കൈ കാണുന്നതാണ് ചെയ്യുക, ആണോ അല്ലേ? അപ്പോ എവിടെയും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എവിടെയും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എവിടെയും നമ്മൾ ചെയ്യേണ്ടത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാവണം. വേണ്ടേ? ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാവണം. എന്റെ എല്ലാ സ്റ്റാഫുകൾക്കും ഞാൻ കാണിച്ചു കൊടുക്കും എന്താ ചെയ്യേണ്ടത്. എന്നിട്ട് ഇങ്ങനെ നോക്കും, എന്നിട്ടും തെറ്റിക്കുന്നതിന് പിന്നെയും കാണിച്ചു കൊടുക്കും. അല്ല അപ്പൊ എന്ത് ചെയ്യാനാ? തല്ലാൻ പറ്റില്ലല്ലോ. ഇത് തന്നെ കാണിച്ചു കൊടുക്കുന്നു. മക്കൾക്കായിക്കോട്ടെ, ഇവിടെയുള്ള സ്റ്റാഫുകൾക്കായിക്കോട്ടെ, വേറെ ആളുകൾക്കൊക്കെ ആയിക്കോട്ടെ, കാണിച്ചു കൊടുക്കാൻ പറ്റണം. മക്കളുടെ കൂടെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് കമാൻഡിങ്, ഈ പട്ടാളക്കാരെ ചിട്ട ക്യാപ്റ്റൻ കമാൻഡ് ഇതല്ല. മക്കളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നിടത്താണ്. ഇവിടെയുള്ള ടീം വർക്കിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നിടത്താണ്, അല്ലെ? ഇങ്ങനെ കാണിച്ചു കൊടുത്താലാണ് അവർക്ക് കാര്യം മനസ്സിലാവുക. പേഴ്സണൽ സോണിലാണ് വീട്ടിലെത്തിയാൽ ഉണ്ടാവുക. പക്ഷേ ഇന്റിമസി സോൺ നമ്മളുമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെ ഭർത്താവ്, ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുമായിട്ടുള്ളതാണ് ഏത്? ഇന്റിമസി സോൺ. ഇന്റിമസി സോൺ. ഈ സോണിലേക്ക് പ്രൊഫഷണൽ സോണിനെ കടത്തി കൊണ്ടുവരാൻ പാടില്ല. പ്രൊഫഷണൽ സോണിലേക്ക് ഇന്റിമസി സോണിനെ കടത്തി കൊണ്ടുവരാനും പാടില്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫോൺ വരും, ലവ് ഇതൊക്കെ എന്താ വിടാ? ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. എല്ലാ ദിവസവും രാവിലെ മുതൽ കാമുകന്മാരാണ് അങ്ങനെ ചെയ്യാ, അല്ലെ? ഏറ്റവും കൂടുതൽ കാമുകയും കാമുകനും ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഐ ലവ് യു എന്നാണോ? പ്രേമിച്ചില്ല പിന്നെങ്ങനെ? ഓക്കെ. നമ്മള് സംസാരിക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനൊന്നും നമ്മൾ മനസ്സിലാക്കൂല. ഹലോ, പിന്നെ സഫോ പിന്നെ പിന്നെ പറ ഇതൊക്കെ എന്താ വിടാ? പിന്നെ പറ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ ഇതിന്റെ അപ്പുറത്തേക്കൊന്നും പറയാനുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആ പിന്നെയും പറയും ഒക്കെ ഏത് സോണിലാണ്? പേഴ്സണൽ സോൺ, അല്ലേ? ചേച്ചി എല്ലാം അറിയാലോ. പറയാൻ പറ്റണം, ജോലി ഓൺ ഡ്യൂട്ടി എന്ന്. തയ്യാറാവോ? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകനോ ഭർത്താവോ ആരെങ്കിലും വിളിക്കാതിരിക്കാൻ നിങ്ങൾ അതിന്റെ നടപടി എടുക്കണം. പക്ഷേ ഇവിടുന്നും പറയണം സഫാൻ സാറോട്, ഞാൻ ഇന്റിമസി സോണിലുള്ള സമയത്ത് സഫാൻ സാറെ വിളിക്കരുത് ദയവേത്, ഞാൻ ഇന്റിമസി സോണിലാണ്. എവിടെയാണ് ലോ മോഡുലേഷൻ? ഇന്റിമസി സോണിലാണ് സംസാരിക്കേണ്ടത്. അടുപ്പം വേണം, ഇന്റിമസി ആവണം. നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കണം, നന്നായിട്ട് നമ്മളെ സ്നേഹിക്കണം വേണം. അതെവിടെ? എല്ലാവരും സ്നേഹിക്കണമെന്ന് വിചാരിക്കാം, ആണോ സാറേ? ഉണ്ടോ? അങ്ങനെ പറ്റുമോ? പറ്റൂല സാർ. അങ്ങനല്ലേ പറ്റ? രണ്ടും രണ്ടാണ്. രണ്ടും സാർ എന്നുള്ള വിളിയാണ്. സാറേ എന്ന് വിളിക്കുന്നതും സാർ എന്ന് വിളിക്കുന്നതും സാർ എന്ന് വിളിച്ച് അട്ടഹസിക്കുന്നത് എന്താണ്? പ്രത്യേകം എന്തെങ്കിലും ഒരു തകരാറുണ്ട്, വലിയൊരു സുഖല്ല എന്ന് വിലയിരുത്തും. മീഡിയം മോഡുലേഷനിലാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും സംസാരിക്കേണ്ടത്. മനസ്സിലായോ? മീഡിയം മോഡുലേഷനിലേ സംസാരിക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് അടുത്ത ആളുകളാണ്, ഏറ്റവും ഇന്റിമസി സോണിലുള്ള ആളുകളാണ് വരുന്നതെങ്കിലാണ് അയാളോട് എന്ത് ചെയ്യുക? ഇന്റിമസി സോണിൽ സംസാരിക്കുക. മനസ്സിലായോ? ഇന്റിമസി സോണിൽ സംസാരിക്കുക. അല്ലെങ്കിൽ മീഡിയം മോഡുലേഷനിലാണ് സംസാരിക്കേണ്ടത് എവിടെയും. ഇനി രാത്രി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ
അതിനുശേഷം നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നമ്മൾ കുട്ടിയെ എടുത്തു നോക്കുമോ അല്ല ഫോൺ കുട്ടിയെ എടുത്തു നോക്കുമോ? ഫോൺ കുട്ടിയെ എടുത്തു നോക്കും. ഫോൺ കുട്ടി അവിടെ ഉറങ്ങിക്കോട്ടെ, കുറച്ചുകൂടി ഉറക്കം ബാക്കിയുണ്ടാവും. അതുകൊണ്ട് ഫോൺ കുട്ടിയെ കുറച്ചുകൂടി ഉറക്കി കടത്താൻ തയ്യാറാവണം. ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് എന്താണ്? ഒരാളോടും രാവിലെ സംസാരിക്കാൻ പാടില്ല. ഭർത്താവിനോടായിക്കോട്ടെ, മക്കളോടായിക്കോട്ടെ, 20 മിനിറ്റ് അല്ലെങ്കിൽ 21 മിനിറ്റ് ഒരാളോടും രാവിലെ എഴുന്നേറ്റിട്ട് സംസാരിക്കരുത്. തയ്യാറാവോ? ചില വീട്ടിൽ രാവിലെ എഴുന്നേറ്റാൽ കോഴി കൂവുകയും എന്റെ ഉമ്മ കൂവുകയും ചെയ്യും എന്ന് പറയും പോലെ ഈ തരത്തിൽ കുടുകുടു ചെല്ലും. രാവിലെ പടയുണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട്. രാവിലെ ഒച്ചപ്പാടുണ്ടാക്കുന്നു, വളരെ ശബ്ദമുയർത്തി സംസാരിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? മക്കള് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മക്കളെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കണം. ബാത്റൂമിൽ പോവാൻ, ഫ്രഷ് ആവാൻ, പല്ല് തേക്കാൻ, യൂണിഫോം ഇടാൻ, എല്ലാത്തിനും ആര് തയ്യാറാക്കണം? നമ്മൾ തയ്യാറാക്കണം. ഇന്റേണൽ ബാത്ത്, എക്സ്റ്റേണൽ ബാത്ത്. ഏതാണ്? പുറമെ നമ്മൾ കുളിക്കുന്നതോടൊപ്പം നമ്മൾ ഇന്റേണൽ ഉള്ളിലും കുളിക്കുന്നു. നമ്മൾ നല്ല സോപ്പ് തേക്കുന്നു, നല്ല ഡ്രസ് അണിയിക്കുന്നു, അല്ലെ? നല്ല ഡ്രസ് അണിയുന്നു, നല്ല പോലെ കുളിക്കുന്നു, എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുന്നു. പക്ഷെ മനസ്സ് കട്ടപ്പുകയാണെങ്കിൽ, മനസ്സിൽ പാരവപ്പാണെങ്കിൽ, മനസ്സിൽ എപ്പോഴും സങ്കടമാണെങ്കിൽ, നമ്മൾ ആ കുളിച്ച് കുപ്പായവും ഇട്ട് ഇറങ്ങുന്നതൊക്കെ ശരിയാവുമോ തെറ്റാവുമോ? തെറ്റാവും. അതുകൊണ്ട് നമ്മൾ പവർ ആവണമെങ്കിൽ, ഞാൻ എത്രേ പറയുന്നുള്ളൂ, നമ്മൾ പവർ ആവണമെങ്കിൽ, ഡോക്ടേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് ഈ റുട്ടീൻ ടെൻഷൻ ആയിരിക്കും, ഡിപ്രഷൻ ആയിരിക്കും. എല്ലാ ആളുകൾക്കും ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പോലീസുകാർക്ക് മാത്രം ക്ലാസ് എടുക്കുമ്പോഴാണ് ഞാൻ പറയാറ്, മീശൊക്കെ ഒന്ന് താഴ്ത്തി തൊപ്പിയൊക്കെ ഒന്ന് അയച്ചു വെച്ചാൽ ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. അതുപോലെ ആരും എന്നെ തർപ്പിച്ചു നോക്കല്ലേ, ഒരു പുഞ്ചിരിയോടുകൂടി നോക്കൂ. യെസ്, പേടിപ്പിക്കരുത് കേട്ടോ. എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കുക, കറക്റ്റ് ആയിട്ട് കേൾക്കുക കേട്ടോ. ഒരു ദേഷ്യം പിടിക്കുന്നു ഇല്ല. അപ്പോ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നു. ഇത്രയേ ഉള്ളൂ രാവിലത്തെ റുട്ടീൻ. അത് നമ്മൾ കുളിക്കുന്നതോടൊപ്പം ഇന്റേണൽ മനസ്സിനെ ക്ലിയർ ചെയ്തിട്ടേക്കാവും. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നു, ഞാൻ വരുന്നതിന്റെ മുമ്പേ. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നു, രണ്ടും രണ്ടാണോ? ആണോ അല്ലേ? കൃത്യം പറഞ്ഞാൽ ആണ്. കാരണം എന്താ? നിങ്ങൾ മനസ്സിനെ കുളിപ്പിച്ചു. ഇങ്ങനെ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് എല്ലാത്തിൽ നിന്നും മാറി നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ഒരു 15 മിനിറ്റ് ഒറ്റയ്ക്കിരിക്കാൻ തയ്യാറാണോ? ഒരു 15 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് കേട്ടോ, നമുക്ക് വേണ്ടിയിട്ടാണ്, മറ്റാർക്കും വേണ്ടിയിട്ടല്ല. 15 മിനിറ്റ് നമ്മൾ ഇരുന്നാൽ, ഒറ്റയ്ക്കിരുന്നാൽ, നമ്മൾ ആ സമയം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം, നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ ഓഫീസിൽ പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം. ഒരാളോടും ഞാൻ ദേഷ്യം പിടിക്കില്ല, എല്ലാ ആളുകളോടും ഞാൻ പുഞ്ചിരിച്ച് സംസാരിക്കും. ഒരു ദിവസം നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടത് എന്താ? ചലഞ്ചാണ്. ദേഷ്യം പിടിക്കരുത് എന്നും പുഞ്ചിരിച്ച് സംസാരിക്കുമെന്നും എന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ഞാൻ ചെയ്യുമെന്നും എല്ലാം പ്രതിജ്ഞബദ്ധമായ ചിന്തകൾ കൊണ്ടുവരേണ്ട സമയമാണേത്? രാവിലെ നമ്മൾ ഒരാളോടും ദേഷ്യം പിടിക്കാതെ ഒരു മൂലക്കൽ ഇരുന്ന്, അല്ലെങ്കിൽ ഒരു സൈലന്റ് ഗോളം എന്ന് പറയും, സൈലന്റ് ഗോളത്തിൽ ഇരുന്ന് ചെറിയൊരു മ്യൂസിക് വെക്കാൻ പറ്റുമെങ്കിൽ മ്യൂസിക് വെച്ച് നമ്മൾ 15 മിനിറ്റ് ഇരിക്കുന്നു. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി മെഡിറ്റേഷൻ മ്യൂസിക്. എന്നിട്ട് അത് കേൾക്കുന്നു, മോട്ടിവേഷൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് വല്ലാത്ത ഇൻക്രിമെന്റ് ഉണ്ടാവുന്നു. ഇന്റേണൽ ബാത്ത്, കുളിച്ച് കഴിഞ്ഞിട്ട് മനസ്സിനൊന്ന് കുളിപ്പിച്ചാലേ പുറത്തിറങ്ങാൻ പറ്റൂ. മനസ്സിലായോ? ഇങ്ങനെ ഇറങ്ങണം. പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നാല് ഇവിടെ ഒക്കെ പ്രശ്നമായിരിക്കും. എല്ലാരും തെറ്റ് കാണും. അതുപോലെ തന്നെ ആളുകളെ പാര വെക്കാൻ തോന്നും, കുറ്റം പറയാൻ തോന്നും, ഒക്കെ തോന്നും. മനസ്സ് ക്ലിയർ ആക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഒരു ദിവസത്തെ ജീവിതം തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാവിലെ എഴുന്നേറ്റാൽ ഒരാളോടും സംസാരിക്കുന്നതിന്റെ മുമ്പേ നമ്മൾ ആരോട് സംസാരിക്കണം? നമ്മളോട് സംസാരിക്കണം. മനസ്സിലായോ? നമ്മളോട് സംസാരിച്ചിട്ടേ മറ്റുള്ളവരോട് സംസാരിക്കാവൂ. ഫോണിൽ പോലും മറുപടി കൊടുക്കുന്നത് നമ്മളോട് സംസാരിച്ചതിന് ശേഷം. ഇത് എഫക്റ്റാണ്, ഭയങ്കര എഫക്റ്റാണ്. ഞാൻ വെറുതെ പറഞ്ഞ് നിങ്ങളിങ്ങനെ കേട്ടുപോകരുത്, പ്രാക്ടിക്കലായിട്ട് ചെയ്യണം കേട്ടോ. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം, എല്ലാ ദിവസവും ആരോടും സംസാരിക്കരുത്.
ഫോണ് നോക്കുന്നത് മെഡിറ്റേഷൻ കഴിഞ്ഞ്, കുളി കഴിഞ്ഞ് മെഡിറ്റേഷനും കഴിഞ്ഞിട്ട് ആ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എല്ലാത്തിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും. ആരെ പറ്റിയും കുറ്റം കാണൂല. എല്ലാവരുടെയും ക്വാളിറ്റി നമ്മൾ കാണും. അതുപോലെ തന്നെ പോസിറ്റീവ് ചിന്തയായിരിക്കും. ഭർത്താവിനോട് ചൂടാവൂല, മക്കളോട് ചൂടാവൂല. എല്ലാ വർക്കുകളും കൃത്യമായിട്ട് നടത്തപ്പെടും. മനസ്സിലായോ? അതിലാണ് ടു ഡു ലിസ്റ്റ് പോലും നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മാറാൻ തുടങ്ങിയാൽ നമ്മളുടെ മുമ്പിലുള്ള എല്ലാ കടമ്പകളും ഇങ്ങനെ മാറി നിൽക്കും. അതിന് നമ്മൾ തയ്യാറാവണം. മനസ്സിലായോ? ഒരാളെ പേടിച്ചിട്ട് നമ്മൾ ജീവിക്കരുത്. അത് ഭർത്താവിനെയും പേടിച്ചിട്ട് ജീവിക്കരുത്. ഭർത്താവിനെ പേടിക്കുകയല്ല വേണ്ടത്. എന്താ വേണ്ടത്? സ്നേഹിക്കുകയും ചെയ്യുക. പേടിച്ചാൽ ഒരാളെയും പേടിക്കരുത്. പേടിക്കണമെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യണം. വേണ്ടേ? തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ഒരാളെയും പേടിക്കരുത്. പേടിച്ച് ഇപ്പം ഭർത്താവ് തന്നെ നീ ഗെറ്റ് ടുഗദറിന് പോയിക്കോ എന്ന് പറയും. ഭർത്താവ് ഉണ്ടോ? പിന്നെന്താ താല്പര്യം? ഓക്കെ. അപ്പോ അങ്ങനെ പോയിക്കോ എന്ന് പറഞ്ഞാൽ അവസാനം ഫോട്ടോ കാണും. അതിന്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ വിളിക്കും, എവിടെത്തി, എന്തെത്തി, എന്താണ് പരിപാടി, വരുന്നല്ലേ. ഒരു പേടിച്ചുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് ആ ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ കാമുകരെ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ? പല കമന്റുകളും വരും എന്ന് പേടിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ഉണ്ടാവോ? ഹാപ്പി ഉണ്ടാവൂല. ഇവിടെയും ഒരാളെ പേടിച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഹാപ്പി ഉണ്ടാവോ? ഇങ്ങോട്ടെടുത്ത് അതങ്ങോട്ട് ചെയ്യ്, അത് അവിടേക്ക് എടുത്തു വെക്കൂ. എനിക്കറിയാം എടുത്തു വെക്കാൻ, ഞാൻ എടുത്തു വെച്ചോളൂ. എടുത്തു വെക്കും. ഡ്യൂട്ടി ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ വെക്കൂ, എടുക്കൂ, നടക്കൂ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേക്കും പറയുന്നത് നടക്കൂ. അപ്പൊ എനിക്ക് തോന്നുന്നെന്താ, നിൽക്കാനാ തോന്നുന്നത്. ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവാം, എടുപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. കമാൻഡ്, അനാവശ്യമായിട്ട് കമാൻഡ് ചെയ്യും അല്ലെ? നമ്മളിപ്പോ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലി സ്ഥലം വെറുതെ കമാൻഡ് ചെയ്യും. പക്ഷെ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി പറയിപ്പിക്കാതെ എടുപ്പിക്കാൻ, പറയിപ്പിക്കാതെ എടുക്കണം. രണ്ടും രണ്ടാണ്. മനസ്സിലായോ? ഒന്നും പറയാനും പാടില്ല, ഒന്നും ചെയ്യാനും പാടില്ല. ഞാൻ ഇങ്ങനെ നിൽക്കും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് നമ്മളുടെ ഡ്യൂട്ടി മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ ആര് തയ്യാറാവണം? നമ്മൾ തയ്യാറായാൽ ആസ്വദിച്ച് ജോലി ചെയ്യാൻ പറ്റും. പറയിപ്പിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? പറയിപ്പിക്കാൻ നിൽക്കരുത്. നമ്മളോട് പറഞ്ഞെടുക്കുന്നതും അറിഞ്ഞെടുക്കുന്നതും ആസ്വദിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഏതാണ് പറ്റുക? അറിഞ്ഞെടുക്കുന്നത്. അറിഞ്ഞെടുക്കാറുണ്ടോ? എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടേ എടുക്കുള്ളൂ, അങ്ങനെ ഉണ്ടോ? അറിഞ്ഞെടുക്കണം. അറിഞ്ഞെടുക്കുന്ന ഒരു ഇടമാണ് ഇവിടെ വീട്. ആ വീട് പോലെ തന്നെയാണ് ഈ വീടുമായിട്ട് കാണണം. നിങ്ങളുടെ വീടാണ് ഈ സ്ഥാപനം. നിങ്ങളുടെ ഒരുപാട് അയൽവാസികളും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും, ഒന്നുകിൽ നിങ്ങളുടെ അമ്മ വരെ ഇവിടെ വന്നേക്കാം, ഇല്ലേ? വന്നേക്കാം. ഇവിടെ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ കസ്റ്റമർ അല്ല. ആരാണ്? വീട്ടുകാരാണ്. നിങ്ങളുടെ വീട്ടുകാരാണ് ഇവിടേക്ക് വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു വരുത്തുന്ന അതിഥികളാണ്. ഒരു അതിഥിയെ നമ്മൾ സൽക്കരിക്കുന്നത് എങ്ങനെയാണ്? ചിരിച്ചുകൊണ്ട് സൽക്കരിക്കണം. നിങ്ങളുടെ ഡ്യൂട്ടിയേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് ആർക്കാണ്? ഇവിടെ വരുന്ന പേഷ്യന്റിനാണ്. കാരണം നിങ്ങൾക്ക് ഡ്യൂട്ടി ചിലപ്പോൾ ഒന്ന് സൈൻ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ പേരെഴുതാനുണ്ടാവും. പ്രധാനപ്പെട്ട ഒരു പേഷ്യന്റിന് മുഖം കൊടുക്കാതെ ആയിരിക്കും നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നത്. ആണോ അല്ലേ? അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മെ കാണാൻ വരുന്ന ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സ്വീകരിച്ച് PR സെഷൻ ആരൊക്കെ ഉണ്ട്? യെസ്, 2 ആളുകളുണ്ട് PR സെഷൻ. ഓക്കെ. ഈ PROകൾ എല്ലാ രോഗികളും അകത്തേക്ക് കള്ളം വന്നിക്കൊന്ന് പോലും നിങ്ങൾക്കറിയണം. CCTVയെക്കാളും നിങ്ങളാവണം. അതല്ലേ നിങ്ങൾക്ക് എല്ലാ ആളുകളെയും അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനല്ലേ PR വർക്ക് കൂടുതലും. അപ്പം ഇവിടെ ഒരിക്കൽ പോലും PROകൾ
എന്നോട് ദേഷ്യം പിടിക്കരുത്, റൂമിൽ പോയിരിക്കാൻ പാടില്ല. ഉണ്ടോ? ഇല്ല. റൂമിലേക്കല്ല ആര് വരിക? പേഷ്യൻസ് വരിക. എവിടേക്കാണ്? കവാടത്തിലുണ്ടാവണം. ആരാണ് വീട്ടിലേക്ക് വരുന്ന ആളുകളെ സ്വീകരിക്കേണ്ടത്? വീട്ടുകാര് സ്വീകരിക്കും പോലെ വീട്ടിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ, സൂചി കുത്താനുള്ളവരും ഡോക്ടർമാരൊക്കെ കവാടത്തിൽ പോയിട്ട് വരൂ വരൂ ഹായ് ഇങ്ങനല്ലോ പറഞ്ഞത്. സ്വീകരിക്കാൻ ആളുകളുണ്ട്, സ്വീകരിക്കാൻ ആളുകളുണ്ട്. ആ സ്വീകരിക്കപ്പെടേണ്ട റിസപ്ഷനിസ്റ്റുകളും PROകളും വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം, നല്ല പുഞ്ചിരി കൊടുക്കണം, നല്ല അപ്പിയറൻസ് ഉണ്ടാവണം, കണ്ണിന്റെ ഇടയിലേക്ക് നോക്കണം. പുഞ്ചിരിച്ച് നല്ല പുഞ്ചിരിയാണ്, പുഞ്ചിരിക്കണം നല്ല പോലെ, അല്ലേ? അടിപൊളിയല്ലേ? നല്ല പോലെ പുഞ്ചിരിക്കാൻ പറ്റണം. ഹലോ ഹായ് വരൂ. ഇങ്ങനൊരു സ്വീകരണം എവിടെയും ഇവിടെ പറ്റുകയില്ല. ഇവിടെ ഭയങ്കര ആവേശത്തിലും സ്വീകരിക്കാൻ പറ്റൂല. ആ ഫീലിംഗ് ആണ് കൊടുക്കേണ്ടത്, അല്ലേ? അതല്ലാതെ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ചിരിച്ച് വിറ്റൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണോ? അപ്പൊ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന PRO, റിസപ്ഷനിസ്റ്റ്, അവര് മുഖത്ത് ആ ജഗതി കാണിച്ചു തന്ന കുറെ ഭാവങ്ങളില്ലേ, ഒരു 9 എണ്ണെങ്കിലും നമ്മളുടെ മുഖത്ത് വിരിഞ്ഞുകൊണ്ടിരിക്കണം. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് ഇങ്ങനെ കണ്ണിന്റെ ഇടയിലേക്ക് നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബന്ധങ്ങൾ നന്നായിട്ട് കൂടും, അല്ലെ? അല്പം ബെൻഡാവും. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം? കൊടുത്തോളൂ, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോളൂ, കൊടുക്കാം. എല്ലാവർക്കും വന്ന് കോയാമുക്കായും വരുമ്പോ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ചേർത്ത് പിടിക്കണ്ട. ഓക്കെ, അവർക്കൊക്കെ ഒരു താഴ്മ, അല്ലെ? നമ്മൾ എന്താണ് ഇവിടെ, എന്തിനാണ്, ആരാണ് എന്നുള്ളത് അല്ലാതെ രണ്ടാമത്തെ പ്രാവശ്യം അവരിവിടേക്ക് വരുമ്പോ കുറച്ചുകൂടി നമ്മൾ മാറ്റം വരുത്തുന്നു. രണ്ടാമത് ഒരാൾ ഇവിടെ വന്നാൽ അവർ വീടിന്റെ ഉള്ളിൽ കയറിയ ആളാണ്, അവർക്ക് ഇവിടേക്ക് വരാൻ തോന്നണം. അതിൽ നമ്മൾ അപ്പിയറൻസ്, നമ്മുടെ സ്നേഹപ്രകടനം, നമ്മുടെ ബന്ധം, അവിടെയാണ് പേര് വിളിക്കാൻ PROകൾക്ക് പറ്റിയാൽ ഭയങ്കര സംഭവമായിട്ട് അതിനെ മാറും. ഒരു കസ്റ്റമറുടെ പേര് നിങ്ങൾ അറിഞ്ഞു വെക്കുമ്പോ, ഷുഗർ എടുക്കാൻ വരുന്നവർ ഒരുപാട് ആൾക്കാർ വരും, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും വരും. പരിചയം പുതുക്കുന്ന തരത്തിലാവണം. ആരായിരുന്നു, എന്തായിരുന്നു, രണ്ടാമത്തെയും പ്രാവശ്യം വന്നു, ആരായിരുന്നു, എന്തായിരുന്നു എന്നല്ലാതെ. ഇവിടെ ആദ്യത്തെ പ്രാവശ്യം സുലൈഖ വന്നു, അപ്പൊ സുലൈഖ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് സുലൈഖ വന്നാൽ ആ സുലൈഖനോട് നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? പേരറിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം? താത്ത എന്താണ്, അന്ന് വന്ന് എന്തെങ്കിലും കണ്ടിന്യൂറ്റി, ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ സംഭാഷണത്തിൽ ശ്രദ്ധിക്കുക. എങ്ങനെ ഉണ്ടാവും? അതെ, അന്ന് നിങ്ങൾ വന്നിട്ട് എന്തായി, ഒക്കെ ആയിരുന്നോ എന്ന് ചോദിക്കാം. അത് അയാൾക്ക് ഓർമ്മയുണ്ട് എന്നുള്ള ഭയങ്കര അപ്പിയറൻസ് ആണ്. ഓർമ്മയുണ്ട് എന്ന് അവർക്ക് അങ്ങോട്ട് തോന്നും, ഇല്ലേ? പേരറിയുമെങ്കിൽ സുലൈഖത്ത എന്താ എന്താ പറഞ്ഞോളൂ സുലൈഖത്ത എന്താ കണ്ടോ? ഈ തരത്തിൽ ബന്ധം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോലെ തന്നെ സ്വീകരിക്കണം. ഒരാൾ വരുമ്പോലെ നമ്മളുടെ അതിഥികളായിട്ട് വരുന്ന അതേ പ്രതീതിയിൽ സ്വീകരിക്കണം. നമ്മൾ മാറും. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഏത് കൊമ്പം വന്നാലും ഡീൽ ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകും. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ ടീമിന്റെ ഉള്ളിൽ. കുത്തിത്തിരിപ്പ് നല്ലപോലെ ജീവിക്കുകയും ചെയ്യാം. അവൾക്കെതിരെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പം നല്ലപോലെ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ ഇങ്ങനെ അങ്ങായിപ്പോ. ഈ മുഖഭാവം നമ്മൾ വരുത്തുന്നത് ഉള്ളിൽ കളിക്കുന്ന കുറച്ച് ആളുകളാണ്. ആണല്ലേ? അല്ലേ ചേച്ചിയെ? അവരെ നമുക്ക് കണ്ടുപിടിക്കണം. ആണല്ലോ. പിന്നെ അപ്പൊ ഇതാണ് സംഭവം. എല്ലാ ആളുകളും ഒരേ അപ്പിയറൻസ്, ഒരേ പുഞ്ചിരി, ഒരേ സ്നേഹം. എല്ലാ ആളുകളും മുഖത്ത് നല്ല പ്രസന്നത, സങ്കടപ്പെടാതെ പ്രസന്നതയിൽ നിർത്തൂ. ഗുഡ് 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 ഗുഡ്. ഈ തരത്തിൽ ഒരു പ്രസന്ന ഭാവത്തിൽ, ഒരു സന്തോഷ ഭാവത്തിൽ നമ്മൾ എവിടെ ഈ പ്രൊഫഷണൽ സോണിൽ നമ്മൾക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ ഭർത്താവിന്റെ കുത്തലുകള്, വീട്ടിലുള്ള പ്രയാസങ്ങള്, പാരവെപ്പുകള്, പ്രശ്നങ്ങള്, കടം വാങ്ങുന്നത്, കടം കൊടുക്കുന്നത്, ഉറക്കമില്ലായ്മ, ഫോണിന്റെ ഉപയോഗം, പിണങ്ങുന്നത്, ദേഷ്യം, അസൂയ, പ്രയാസം, പ്രശ്നം,
ഒന്നും തലയിലുണ്ടാവാൻ പാടില്ല. ആ സമയത്ത് പ്രസന്ന മൊത്തം ശകുന്തളയാകി പോകും. ആ ഈ തരത്തിലേക്ക് നമുക്ക് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ലൈഫിനെ മാറ്റി 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 കൊണ്ടുവരുമ്പോ നമ്മുടെ പ്രൊഫഷണൽ സോൺ ശരിയാവും. തൊപ്പി അഴിച്ചു വെക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. വീട്ടിലേക്ക് പോകുമ്പം വീട്ടുകാരിയാവണം, അവിടെ മക്കളെ കൂടെ കളിക്കണം, അമ്മയോട് കഥകൾ പറയണം, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ചോദിക്കാം, ആരും ഒന്നും പറയണ്ട, നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ തമ്മിൽ ക്ലാഷുകൾ ഉണ്ടോ ഇല്ലേ? ഞാൻ പുറമക്കാരനല്ല, ഉണ്ട് ഇല്ലേ? ഉണ്ട്. നിങ്ങളെ ഡിപ്പാർട്ട്മെന്റിലുണ്ടോ ക്ലാഷുകൾ? ഉണ്ടോ? ഉണ്ട്. നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവോ ക്ലാഷുകൾ? ഉണ്ട്. നിങ്ങൾ ഉണ്ടാവോ? വലിയ അപരാധങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും റിപ്പോർട്ട് ചെയ്യണം. അല്ലാത്ത ചെറിയ ചെറിയ ചീള് കേസുകൾ മാനേജറുടെ മുമ്പിൽ എത്തിക്കുന്നു, MD-യുടെ മുമ്പിൽ എത്തിക്കുന്നു, അല്ലെ? ഇങ്ങനെ എത്തിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിലാണ് ഐക്യം വേണ്ടത്. ആര് തമ്മിൽ? നിങ്ങൾ തമ്മിൽ ടീമാവണം, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹം വേണം, കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ആണുങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കരയുന്നത്, പെട്ടെന്ന് സങ്കടപ്പെടുന്നത് ഈ വയനാട്ടിലെ ദുരന്തം കണ്ടിട്ടും കേട്ടിട്ടും കണ്ണു നിറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ടോ? യെസ്, ഉണ്ട് അല്ലേ? ഇത്രയുള്ളൂ നമ്മൾ. അപ്പൊ നമ്മൾ മോശക്കാരല്ല, അത് മനസ്സിലായില്ലേ? നമ്മൾ ആരും മോശക്കാരല്ല, നമ്മൾ അടിപൊളിയാണ്. നമ്മൾ അടിപൊളിയാണ്. നമ്മളുടെ ഉള്ളിൽ വല്ലാത്തൊരു മോശക്കാരി എന്നൊന്നും ആര് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കേണ്ട. ഇവിടെ അത്രയും മോശപ്പെട്ട ഒരു മുഖത്തെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മൾ ഓക്കെ ആവണമെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എവിടെങ്കിലും ഒരാളുടെ കുറവുകൾ കണ്ടിട്ട് അയാളോട് നമ്മൾ ഇങ്ങനെ ആളുകൾ കേൾക്ക സംസാരിക്കുന്നു, മറ്റൊരാൾ കേൾക്കെ നമ്മളോട് ആരെങ്കിലും പറയാറുണ്ടോ? നമ്മളുടെ ഒരു പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകളുടെ മുമ്പേ കേൾക്കെ നമ്മൾ അപമാനിക്കപ്പെടുക, അത് നമ്മളും ചെയ്യരുത്, നമ്മൾ അങ്ങോട്ടും ചെയ്യരുത്, ഇങ്ങോട്ട് നമ്മൾക്ക് കിട്ടുകയും ചെയ്യരുത്. രണ്ടാമത്തത്, ആളുകളാവാൻ വേണ്ടിയിട്ട്, ആളാവാൻ വേണ്ടിയിട്ട് വെറുതെ നമ്മളോട് എടുപ്പിക്കുക, പഠിപ്പിക്കുക എന്നുള്ളൊരു കമാൻഡ്. ആളാവാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ നമ്മളുടെ ജോലി ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളാവാൻ, മറ്റുള്ള ആളുകൾക്കൊന്ന് കാണാൻ, ഞാൻ മാനേജറാണ്, ഞാൻ എടുക്കൂ, എന്താ നീ ഈ തരത്തിൽ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സൂക്ഷിക്കണം, ഒന്ന് സൂക്ഷിക്കണം. അവരുടെ അടുത്ത് നിന്ന് നമ്മൾ മാക്സിമം വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ അവരോട് പറയേണ്ടത് എന്ത് ചെയ്യണം? ടീം വർക്കാണ്. പറയേണ്ടത് കൃത്യമായിട്ട് എവിടെ പറയണം? മറുപടി കൊടുക്കുന്നതോടൊപ്പം നമ്മളെ വെറുതെ പഠിപ്പിക്കാണ്, വെറുതെ പ്രശ്നമാക്കാണ്. ഇങ്ങനെ ആക്കുന്ന സമയത്ത്, ആരുമില്ലാത്ത സമയത്ത് നമ്മൾ അയാളുടെ അടുത്ത് പോയി പറയണം. എന്ത്? നിങ്ങൾ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ നിന്ന് എന്നെ അപമാനിക്കുന്നതിൽ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നു, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആരോട് പറയണം? ആ പറഞ്ഞ ആളുകളോട് നമ്മൾ പോയി പറയാൻ തയ്യാറാവണം. മനസ്സിലായോ? അത് തയ്യാറായാൽ അടുത്ത ഒരു ഊഴം വരികയാണെങ്കിൽ അവിടെ ഒന്ന് പതറും. ആര്? നമ്മുടെ മാനേജർ. അടുത്തത് ഇങ്ങനെ ആയിരിക്കും അവിടെ വന്ന് പറയുന്നത്. അടുത്തത് അവൾ എന്നോട് വന്ന് പറയുന്ന സ്വഭാവമാണ്. കാരണം നമ്മൾ ആരും ഇവിടെ ഭക്ഷണം കഴിക്കാൻ മുട്ടിയിട്ട് വരികയാണോ? അല്ല. അതുകൊണ്ട് തന്നെ പരമാവധി തരം താഴ്ന്നു നിൽക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ദൗത്യം. മനസ്സിലായോ? ആളുകൾ നമ്മളെ പരിഹസിക്കുമ്പോ, ആളുകൾ നമ്മെ വല്ലാതെ ഇകഴ്ത്തുമ്പോ നമ്മൾ അവിടെ പതറിപ്പോയാൽ എന്നും നമ്മൾ ആ പതർച്ച അനുഭവിക്കേണ്ടി വരും. എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുക? വലിയൊരു പ്രശ്നം, ആളുകൾ നമ്മെ എല്ലാവരെയും മുമ്പിൽ നിന്ന് കുറ്റപ്പെടുത്തുന്നു, പക്ഷെ ആ തെറ്റ് നമ്മളല്ല ചെയ്തത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേൺ ആയിട്ട് പറയാൻ പറ്റണം. ഒരു തെറ്റ് ചെയ്തിട്ടില്ലാതെ കുറ്റപ്പെടുത്തിയാൽ അവിടെ പ്രതികരിക്കാൻ, അവിടെ കറക്റ്റായിട്ട് ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഗഡ്സ് ഉള്ളവർ കൈവക്കും. ചേച്ചിന് എനിക്ക് തോന്നി, 2 പറയൂല, മിണ്ടാതിരിക്കരുത്, പറയണം. യെസ്, പറയും. കൈപൊക്കിയവരൊക്കെ എന്തോ ഒരു ഗഡ്സ് ഉള്ളതും എനിക്ക് തോന്നുകയും ചെയ്തിട്ടുണ്ട്. പറയൂല. പറയാതിരിക്കുമ്പോൾ
നിങ്ങൾ അനുഭവിക്കുന്നത് എന്തും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. 100% ഉറപ്പാണ്. പക്ഷേ എല്ലാരും പോയിട്ട് പ്രതികരിച്ച് മൊത്തം കൊളാക്കണം എന്നല്ലത് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളെ എപ്പോഴും ഇങ്ങനെ ഇകഴ്ത്തുന്നു, എപ്പോഴും പ്രശ്നങ്ങളാക്കുന്നു എങ്കിൽ അതിനെ ശരിയായിട്ടുള്ളൊരു ധാരണ ആരാണോ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് അവരോട് പറയാൻ നമ്മൾ തയ്യാറാവണം. അതിനി മുതൽ നമ്മൾ തയ്യാറാവണം. നമുക്ക് ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ എന്താവണം? സത്യമുള്ളതാവണം. വേണ്ടേ? സത്യമുള്ളതാവണം. ഞാൻ ഒരു കാര്യം പറയാണ്, മഞ്ഞക്കണ്ണുള്ളവരും നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാത്തിനും മഞ്ഞക്കണ്ണ്, എല്ലാത്തിനും മറ്റൊരർത്ഥം കാണിച്ചു കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെ? അത്തരത്തിലുള്ള ആളുകളെ ഒന്ന് അവരെ പൊളിച്ചടക്കണം. തെളിവ് വരെ അവരുടെ പിന്നാലെ പോകണം, അല്ലെങ്കിൽ അവർ കൊണ്ടുതരണം തെളിവ്. മനസ്സിലായോ? ഇത്തരത്തില് മഞ്ഞക്കണ്ണുള്ള ആളുകളെ സൂക്ഷിക്കണം. അവര് സമൂഹത്തിനും ദോഷമാണ്, അതുപോലെ തന്നെ ഈ നാടിന് ശാപമാണ്. മനസ്സിലായോ? അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളുടെ ആരോപണങ്ങളിൽ നമ്മൾ പതറരുത്, ഒരിക്കലും പതറരുത്. അപ്പൊ ആദ്യം വേണ്ടത് നമുക്ക് നിൽക്കാനുള്ള ഗഡ്സ് ആവണം. നമുക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ ആരെങ്കിലും വരുമെന്ന് കാത്തിരുന്നാൽ ഭർത്താവ് പോലും വരുമെന്ന് വിചാരിക്കും. നമുക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ നമ്മളാണ്, കേട്ടോ? ഇതാണ്. പക്ഷെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? സത്യമുള്ളതാവണം. കുറ്റബോധം വരുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ ഒരു ഹാരം ഉണ്ടാവും. മനസ്സിലായോ? നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ഞാൻ മാത്രം, ഒന്നുകിൽ ഞാനും അവനും, അല്ലെ ഞാനും അവളും, അല്ലെങ്കിൽ എൻ്റെ കൂടെ തെറ്റ് ചെയ്യുന്ന ആരായാലും. ഇത് പിന്നീട് നമ്മൾക്ക് ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് തെറ്റായിക്കോട്ടെ, തെറ്റ് ചെയ്യാതെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാവൂല. വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് കുറ്റബോധം വരുന്ന ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യരുത്? ഇനി മുതൽ ചെയ്യരുത്. നിമിഷ നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിച്ചു കൂട്ടുന്ന അനുഭവിക്കുന്ന സങ്കടം അത് വളരെ വലുതാണ്. മനസ്സിലായോ? വളരെ വലുത്. ഒരിക്കൽ പോലും കുറ്റബോധം വരുന്ന ഒരു കാര്യം ആ നിമിഷം ചെയ്യുന്ന സമയത്ത് മാത്രം സന്തോഷം ഉണ്ടാവും. എല്ലാരും പണ്ടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നന്നാവാന് കഷ്ടപ്പാടാ, പെട്ടെന്ന് കേടുവരാൻ എന്നൊക്കെ പറയും, അല്ലെ? ചീത്തയാവാൻ ഒരു നിമിഷം മതി എന്ന് പറയാറുണ്ട്. ഞാൻ ഇവിടെ പൊളിച്ചു മാറ്റുന്നു. എന്താണ്? നന്നാവാൻ ഒരു പണിയില്ല, ചീത്തയാവാനാണ് ഇവിടെ കഷ്ടപ്പാട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ചീത്ത ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്തു കൂട്ടണം, അല്ലെ? ആരും കാണരുത്, കാണാതെ ഒളിച്ചു നടക്കണം, ഫോൺ എപ്പോഴും ഇങ്ങനെ കമഴ്ത്തി വെക്കണം, അല്ലെ? ഫോൺ എപ്പോഴും സൈലന്റ് ആക്കണം. അതുപോലെ തന്നെ വിളിക്കും എന്നുള്ള പേടി ഉണ്ടാവും, അല്ലെ? പെട്ടെന്ന് ഫോണ് എത്തി നോക്കണം, ആരും കാണാതെ നിൽക്കണം. അതുപോലെ തന്നെ എന്തൊക്കെയോ മനസ്സിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച് ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് ഇങ്ങനെ ജീവിക്കണം. എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടാവുക? നിങ്ങളൊന്ന് ഫ്രീ ആയി നോക്കി. പ്രത്യേകിച്ച് അവിഹിത ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ആണോ, അല്ലെ? ഏതെങ്കിലും ഒരു ഭർത്താവുള്ള ആളുകൾക്ക് ഒരു കാമുകനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും പിടിച്ചു പോകും, അറിഞ്ഞു പോകും എന്ന് പറയുന്ന ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് നമ്മൾക്ക് വിളിക്കണം, ഓപ്പണായിട്ട് സംസാരിക്കണം. ആരെന്ത് പറഞ്ഞു ഹൈഡ് ആക്കേണ്ട ഒരു ബന്ധത്തിലേക്ക് നമ്മൾ നിൽക്കാതിരിക്കണം. എവിടെയും ഫോൺ ഇടാൻ പറ്റണം, എവിടെയും ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. എപ്പോൾ വിളിച്ചാലും, ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഭർത്താവിന്റെ അടുത്ത് അയാൾ വിളിച്ചാലോ വിളിച്ചു ഒരു മിസ് കോള് കണ്ടു എന്നപ്പോൾ തന്നെ ഏത് പാട്ട് വേണം, ഹലോ എന്ന് പറയുന്ന കോളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ റിങ് കേൾക്കുമ്പോൾ ചേച്ചി എന്തിനാ കത്താലും ഇല്ല. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ മിടുപ്പ് വരും, അല്ലേ? മിടുപ്പ് വരും. എനിക്കറിയില്ല, എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തില്ല. എനിക്കറിയില്ല, ഞാനത് എന്താ കാമുകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഇത്രയേ ഉള്ളൂ. അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ, ഒളിപ്പിച്ചു വെക്കേണ്ട ബന്ധങ്ങളൊക്കെ നമ്മൾ തുറന്നു കാട്ടണം. എന്നിട്ട് മൈൻഡ് ഇങ്ങനെ ഫ്രീ ആവണം. ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കാണ് കിടന്നാൽ ഉറക്കം വരിക. അത്രയും ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരിപാടിക്ക് നിന്നിട്ടില്ലെങ്കിൽ അമ്പും വില്ലുമായിട്ട് വരുന്ന ആളുകളെ ചെറുക്കാൻ നമ്മൾക്ക് എന്തുണ്ടാവും? ഗഡ്സ് ഉണ്ടാവും. ഞാൻ നല്ലതാണ്, ഞാൻ ഓക്കെയാണ്, ഞാൻ ഇവിടുത്തെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഞാൻ കുടുംബ ജീവിതത്തിൽ നല്ലതാണെന്ന് നമുക്ക് വിചാരിക്കാൻ, ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഈ തരത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ വിചാരിക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളൊക്കെ തീർത്തും ഒരു യൗവനത്തിലുള്ള കുട്ടികളാണ്.
ഈ ചെക്കന്മാര് പോലും മൈൻഡ് മാറി എന്നുള്ളതാണ്. ചെക്കന്മാരൊക്കെ സിഗരറ്റ് ഒക്കെ വലിച്ച്, പണ്ടൊക്കെയുള്ള സ്റ്റൈൽ എങ്ങനെയായിരുന്നു, ഈ സിഗരറ്റ് ഒക്കെ വലിച്ച് ഭയങ്കരമായിട്ട് ഹായ് എന്നൊക്കെ പറയുന്ന ചെക്കന്മാരെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. വളരെ ഡീസന്റ് ആയിട്ട്, നല്ല കോസ്റ്റ്യൂം, നല്ല അപ്പിയറൻസ്, നല്ല സ്വഭാവത്തില് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് കണ്ണിലേക്ക് നോക്കി കറക്റ്റ് ആയിട്ട് സംസാരിച്ച് താങ്ക് യു എന്ന് പറഞ്ഞ് പോകുന്നതാണോ അന്തസ്? അല്ലെ? അവർക്കല്ലേ നമ്മൾക്കൊരു സ്ഥാനം കൊടുക്കാൻ പറ്റുക? നിങ്ങൾ ബസ് സ്റ്റോപ്പിലൂടെ മുമ്പിലൂടെ പോകുമ്പോൾ ഹോയ് ഹേയ് എന്ന് വിളിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ? ഒരിക്കലും ഇഷ്ടാവില്ല. മുമ്പിൽ വരണം, മുമ്പിൽ നിന്നോട് സംസാരം. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. റുബീനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യരുത്, വേറെ ഒരു ആളോട് പറഞ്ഞിട്ടല്ല ഇവൾ അറിയേണ്ടത്. എവിടെ എന്ത് ചെയ്യണം? മുഖത്ത് നോക്കി പറയാൻ പറ്റണം. വേണ്ടേ? മുഖത്ത് നോക്കി പറയേണ്ടത്. അതും ആളുകൾ കേൾക്കുക, ഒരാളെ പോലും താഴ്ത്തി കെട്ടാൻ പാടില്ല. നമ്മളിങ്ങനെ ചെറുതാവുക. നമ്മൾ വിചാരിക്കുന്നില്ലേ ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് മറ്റൊരാളെ കുറ്റം പറഞ്ഞ് പാര വെച്ച് അവരുടെ സ്ഥാനം തട്ടിയെടുത്ത് ഭയങ്കരമായിട്ട് അവരെ വെറുപ്പിച്ചാൽ അവരുടെ മുമ്പിലൊക്കെ ഞാൻ ഹീറോ അല്ല, എന്താണ്, സീറോയാ, ആണോ അല്ലേ? സീറോയാണ്. അതുകൊണ്ട് ആളുകളുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കുമ്പോൾ ജനങ്ങളാണ് നമ്മെ ഹീറോ ആക്കുന്നത്. എവിടെയും ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, മമ്മൂട്ടിയൊക്കെ വന്നിട്ട് ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ ജനങ്ങൾ അയാൾ എന്ത് ചെയ്യും? ഹീറോ ആക്കും. അല്ലെ? മമ്മൂട്ടി ഫോട്ടോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കിയാൽ ആളുകൾ എന്ത് ചെയ്യും? അയാളെ സീറോ ആക്കും. പ്രത്യേകിച്ച് മലയാളികൾ. ഏത് നടനായിക്കോട്ടെ, എത്ര വലിയ ആളുകളായിക്കോട്ടെ, നമ്മുടെ മുമ്പിൽ ഏത് നടനായിക്കോട്ടെ, നമ്മളോട് വലിയ ബന്ധം കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം വീഡിയോ ഇടും. ഇത് കണ്ടില്ലേ, ഇത്തരത്തിലുള്ള വലിയൊരു നടനാ, ഈ നടനെ ഞാൻ ഇതുവരെ ബഹുമാനിച്ചു, ഇന്ന് മുതൽ വെറുപ്പാന്ന് പറയും. മലയാളികളതാ. മലയാളികളെ പൊളിയാണെന്ന് പറയാനുള്ള കാരണം എന്താ? സത്യമല്ലേ ഞാൻ പറയുന്നത്? മലയാളികള് നമ്മളെ പരിഗണിച്ചാല് ഏത് നടനായിക്കോട്ടെ, ഏത് മന്ത്രി ആയിക്കോട്ടെ, നമ്മൾ പരിഗണിച്ചാലേ നമ്മൾ അങ്ങോട്ട് പരിഗണിക്കും. അല്ലെ? ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയും ആളുകൾക്ക് ഒരു സ്ഥാനം കൊടുക്കണം, ഒരു പരിഗണന കൊടുക്കണം. അല്ലെ? ആ തരത്തിലൊന്ന് താഴ്ന്നു നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞാൽ ജയിക്കുമെന്നുള്ളൊരു തോന്നലുണ്ട്. മൗനം നമ്മുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തും. നമ്മുടെ ഭർത്താവ് എന്തൊരു കുറ്റം കാണുന്ന ഭർത്താവ് ഉണ്ടാവും. അങ്ങനത്തെ ഭർത്താക്കന്മാരോട് നമ്മൾ നിൽക്കേണ്ടത് എന്ത് കൂട്ടണം? വർത്താനം. എന്ത് കൂട്ടണം? അതല്ലേ പറഞ്ഞ് സംസാരം കുറച്ചാലല്ലേ മൗനം കൂടുക. എന്താണിത്? മൗനം കൂട്ടി വേറൊരു കാര്യം കൂടി അതിൽ കൂട്ടണം. എന്ത് കൂട്ടണം? എന്തിനാ കരയുന്നേ? ചിരിച്ചിട്ടാ? ഓക്കെ, എന്നാ പറഞ്ഞോളൂ. എന്ത് കൂട്ടണം? നോട്ടം കൂട്ടണം. നോട്ടവും ഇല്ല, സംസാരവും ഇല്ലെങ്കിൽ നമ്മൾ കള്ളിയായി. മനസ്സിലായോ? ഒരു മാനേജർ സഫ്വാൻ സാർ ഇങ്ങനെ നിൽക്കുമ്പോ മുമ്പിൽ നിന്നിട്ട് നമ്മൾ കണ്ണിന്റെ ഇടയിലേക്ക് ഇങ്ങനെ നോക്കി കൊടുക്കണം. കണ്ണിന്റെ ഇടയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആള് വെറുതെയാണ് പറയുന്നതെങ്കിൽ അവിടെ നിർത്തും. ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് സംസാരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളൊന്നും സംസാരിക്കരുത്, ആലോചിച്ചിട്ടേ സംസാരിക്കണം. എന്ത് കാര്യത്തിന്, ഭർത്താവിനോടായിക്കോട്ടെ, മക്കളോടായിക്കോട്ടെ, ആരോടായിക്കോട്ടെ, ഹലോ നാളത്തെ ഡ്യൂട്ടി എടുക്കുമോ നീ? അങ്ങനെ പറഞ്ഞതിന് ശേഷമായിരിക്കും നാളെ ഒരു കല്യാണം ഉണ്ടാവും, ഭർത്താവിന്റെ ഒപ്പം പോവാനുണ്ടാവും, വേറെ പ്രശ്നം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പെട്ടെന്ന് ഒരാൾ വിളിക്കുകയാണ്, മാനേജർ ആയിക്കോട്ടെ, നാളത്തെ ഡ്യൂട്ടി എനിക്ക് ലീവാണെന്ന് അറിയാം, നാളത്തെ ഡ്യൂട്ടി എടുക്കാൻ പറ്റുമോ എന്ന് പറയുന്നതിന് പകരം അത് തന്നെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ഒന്ന് നോക്കിയിട്ട് ഞാൻ ഒന്ന് തിരിച്ചു വിളിക്കാം എന്ന് പറയാൻ തയ്യാറാവണം. നിങ്ങളെ വ്യക്തിത്വം മാറണം. ഞാൻ വീട്ടിലുള്ള ഉറങ്ങുന്നത് മുതൽ ജീവിക്കുന്നത് വരെ പറയുന്നുണ്ട്. അപ്പൊ മാറണം. ഇത് വെറുതെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് ഒന്നും കാണണ്ട. ഓരോ ആളുകൾക്കും നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അല്ലെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പറയും പോലെ നിങ്ങൾക്ക് തോന്നണം. എന്നാലേ നിങ്ങൾ മാറും കേട്ടോ. ഇങ്ങനെ മാറണം. ഇനി ഞാൻ പറയുന്നു, ഏതൊരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴും ആലോചിച്ചിട്ടേ മറുപടി പറയാം കേട്ടോ. മിണ്ടാതിരുന്നാൽ, മറുപടി പറയാതിരുന്നാൽ
ആളുകളുടെ മുമ്പിൽ കുറ്റക്കാരിയാവും. ആളുകളുടെ മുമ്പിൽ കുറ്റക്കാരി. നമ്മൾ ഓവർ പാപമായാൽ പല തെറ്റുകളും നമ്മൾ ഏറ്റെടുത്ത് വെറുതെ ടെൻഷൻ അടിക്കേണ്ടി വരും. ഓവർ പാവമാവരുത്. എവിടെ പാവമാവാം? വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നിടത്തു നിന്നൊക്കെ വിട്ടു നിൽക്കാം. നമ്മളുടെ അടുത്തേക്ക് വന്നാൽ നിരപരാധിത്വം തെളിയിക്കാൻ ആരുണ്ടാവണം? നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? നമ്മുടെ കൂടെ നിൽക്കണം. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദ്യം ഞാൻ കൂടെ നിൽക്കൽ ആരുടെ കൂടെ എന്നറിയോ? എന്റെ കൂടെ നിൽക്കും. ഒന്നുമില്ലടാ എന്ന് ഞാൻ സമാധാനിപ്പിക്കും ആദ്യം തന്നെ. എന്നിട്ട് ഞാനൊന്ന് കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയിട്ടൊന്ന് ഹാപ്പി ആവും, ചിരിക്കും. ഒരു പ്രശ്നവുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ തെറ്റുകാരനാണോ? അല്ല, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആവും. ഈ തരത്തിലേക്ക് നമ്മൾ മാറണം. ഇനി ഞാൻ ഒരൊറ്റ കാര്യം പറയാം. നിങ്ങളൊക്കെ ഒരു വരയെ സങ്കല്പിക്കുക. ഒരു വരയെ മനസ്സിൽ സങ്കല്പിക്കുക. ഇന്നയല്ല, വര ഞാനൊരു വര. ഈ വരയെ സങ്കല്പിക്കുക. ഈ വരയുടെ മുകളിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവുക. ഈ വരയുടെ താഴെ ജീവിക്കുമ്പോൾ നമ്മൾ എന്നും ടെൻഷനും കുറ്റപ്പെടുത്തലും പ്രശ്നങ്ങളും പ്രയാസവും കണ്ണീരും ഒറ്റപ്പെടലും എല്ലാം നമ്മൾക്ക് കയറി വരും. മനസ്സിലായോ? നമ്മൾക്ക് കുറവുകൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ വരയുടെ മുകളിലാണ് ജീവിതം. ഇതൊരു പാലമാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആ മനസ്സാണ് നമ്മൾക്ക് എപ്പോഴും സന്തോഷം കിട്ടുന്നത്. ഇതിന്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? സന്തോഷമാണ്. ഇറങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് ദുഃഖമാണ് എന്ന് സങ്കല്പിക്കുക. നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കണം, ഞാനൊരു ചളിയിൽ വീണ് കിടക്കുകയാണ്. കൈകെട്ടരുത്. ചളിയിൽ വീണ് കിടക്കുകയാണെന്ന് സങ്കല്പിക്കാം. ആ ചളിയിൽ കുറെ നേരം നമ്മൾ കിടന്നാൽ നമ്മളുടെ മേത്ത്, നമ്മളുടെ ദേഹത്ത് ചളി കൂടുമോ? അഴുക്ക് കൂടുമോ? കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ചളിയിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും? ആ വരയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ നോക്കും. ഉണ്ടോ അല്ലേ? ഉണ്ട്. ടീമാവണം. ശ്രദ്ധ വേണം. ശ്രദ്ധയുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. ടീമായിട്ട് നിങ്ങൾ കൈ എല്ലാവരും കൂട്ടി പിടിച്ചോളൂ. ഇൻ എന്ന് പറയുമ്പോ നിങ്ങൾ ഉള്ളിലേക്ക് ചാടണം. ഔട്ട് എന്ന് പറയുമ്പോ നിങ്ങൾ ബേക്കോട്ട് പോകണം. റൈറ്റ് എന്ന് പറയുമ്പോ നിങ്ങളുടെ വലത്തോട്ട് ചാടണം. ലെഫ്റ്റ് എന്ന് പറയുമ്പോ നിങ്ങളുടെ ഇടത്തോട്ട് ചാടണം. ഞാൻ പറയുന്നതിന്റെ ഓപ്പോസിറ്റ്. ഞാൻ ഔട്ട് എന്ന് പറഞ്ഞ ഇന്നാണ്, എന്ന് പറഞ്ഞ ഔട്ടാണ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞ റൈറ്റ് എന്ന് പറഞ്ഞ ലെഫ്റ്റ് ആണ്. അങ്ങനെ കേട്ടോ? ഓക്കെ, അടിപൊളി. ഓക്കെ, റെഡി? മനസ്സിലായോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ഔട്ട്. ഇൻ. എന്താണ് ഒരു ബിംബിഷ്ടം? ഔട്ട്. ഇൻ. റൈറ്റ്. ലെഫ്റ്റ്. റൈറ്റ്. നിങ്ങൾ എങ്ങോട്ടാ ചാടുന്നത്? ഓക്കെ. ലെഫ്റ്റ്. റൈറ്റ്. ഔട്ട്. ഇൻ. ഇനി ഞാൻ സ്പീഡായിട്ട് പറയും. കോൺസെൻട്രേഷൻ, ഒരു ശ്രദ്ധയും പാടില്ല. റെഡി? 1 2 3. ആയോ? റെഡി. നല്ല സന്തോഷം. ചാടി കളിക്കാതെ ഫീസ് കണ്ടു. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓപ്പോസിറ്റ് ആണേ, ഓപ്പോസിറ്റ്. ശ്രദ്ധ മാറരുത്. ഔട്ട്. ഇൻ. ഔട്ട്. ഇൻ. ലെഫ്റ്റ്. റൈറ്റ്. ലെഫ്റ്റ്. റൈറ്റ്. ഔട്ട്. ഇൻ. ഔട്ട്. ഇൻ. ലെഫ്റ്റ്. അപ്പൊ ആവത്തിലൊക്കെ ഇടുക്കിയിട്ട് ഇരുന്നോളൂ. എന്റെ കോഴാമുക്കായി വരികയാണ്. ഒന്നും അറിഞ്ഞൂടെങ്കിലേ നിങ്ങളൊന്നും ചെയ്യരുത്. അല്ല പിന്നെ ഞാൻ കുറെ കാലമായി ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ട്.
നിങ്ങൾ എത്ര നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന മുട്ടിന് വേദന കഴിച്ച് എന്താ കാര്യം എന്താ? നിങ്ങൾ ആരും പറഞ്ഞില്ലേ മുട്ടിന് വേദന? നിങ്ങൾ കുറച്ച് മഴ നിങ്ങൾ എന്തിനാ എന്നെ പിടിക്കാൻ വരുന്നത്? പിടിക്കാൻ ആ, ആ. പറ്റില്ല. നിങ്ങള് കാര്യം പറഞ്ഞു. എന്താ കാര്യം എന്താ? എന്താ കാര്യം മുട്ടിന് വേദന ഇന്ന ഡോക്ടർ നോക്കുന്നില്ല. ഏത് ഡോക്ടറിനെ ഏതൊരു ഡോക്ടർ സുശീലൻ, എനിക്കിവിടുത്തെ ഡോക്ടർ അറിയില്ലല്ലോ. ആ ആ ആ ഡോക്ടറിനെ ബുക്ക് ചെയ്തത്? ആ. നിങ്ങൾ എങ്ങനെയാ ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്യായിരുന്നു? അത് വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്തതല്ലേ. നമുക്ക് റിസപ്ഷനിൽ ഒന്ന് ചോദിച്ചു നോക്കാൻ. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ കേട്ടോ. ഒന്ന് റിസപ്ഷനിൽ ഒന്ന് നിങ്ങൾ എന്ത് റിസപ്ഷൻ പറഞ്ഞ് പോയി? ഞാൻ കുറെ നേരായി കൈയാണ്. ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഇങ്ങനെ നിങ്ങൾ റിസപ്ഷൻ പറഞ്ഞ ഇംഗ്ലീഷ് ഒരു കാര്യം ചെയ്യാം. നമുക്ക് കാഷ്വാലിറ്റി ഒന്ന് കാണിച്ചു നോക്കാം. ആ കാഷ്വാലിറ്റി ഒന്ന് നമുക്ക് നോക്കാം. ആ ഓക്കെ. എങ്ങനെയുണ്ട്? 10 എത്ര മാർക്ക് കൊടുക്കാം? 8. എത്ര മാർക്ക് കൊടുക്കാം? പറഞ്ഞോളൂ. 9. 30 ആ 10 കൊടുക്കാം. 8 കൊടുക്കാം. 9 കൊടുക്കാം. എത്ര കൊടുക്കാം? 8. 9 കൊടുക്കാം. 9 കൊടുക്കാം. ഓക്കെ. ഇനി ഞാനാണ്. കുറെ നേരമല്ലേ വന്നിട്ട് നോക്കുന്നത്? ഞാൻ എത്ര നേരമായി ഇവിടെ വന്നിരിക്കുന്നത്? എന്താണ് നിങ്ങളെ പ്രശ്നം? എന്റെ ടോക്കൺ എത്രയാ? ടോക്കൺ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഡോക്ടറിന്റെ കയ്യിലുണ്ടാവും. ഏടെ കയ്യില്? എന്റെ കയ്യിലില്ല. തന്നില്ല. അവിടുന്ന് ഒന്നും തന്നില്ല. ഒന്നും തന്നില്ല. ഞാൻ ഡോക്ടറെ കാത്തിക്കാണ്. നോക്കട്ടെ ഞാൻ ഇപ്പൊ എന്റെ കുറെ ആൾക്കാർ വന്ന് ഇങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. വാ. ആ എത്ര മാർക്ക് കൊടുക്കാം? 10. എത്ര? 10. എന്തുകൊണ്ടാണ് 10 കൊടുക്കുന്നത് എല്ലാരും? യെസ്. ഉപ്പാന്ന് വിളിച്ചപ്പോ ഞാൻ ഇതാണ് ഇന്റിമസി സോണിലേക്ക് സംസാരങ്ങൾ കയറ്റി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കറക്റ്റ് മനസ്സിലാക്കണം. ഇന്റിമസി പ്രൊഫഷണൽ സോണിൽ നമ്മൾ നിൽക്കുന്നു. ടോക്കൺ എത്രയാണ്? നിങ്ങളെ ഒരു എണ്ണത്തിന്റെ കോയാമുക്കായി സ്കൂളിൽ പോവാത്താണെങ്കിൽ രജിസ്റ്റർ ഷെഡ്യൂൾ എന്ന് പറയരുത്. നിങ്ങൾ പേര് കൊടുത്തീനോ എന്ന് ചോദിച്ചാൽ മതി. അയാള് വിചാരിക്കും നിങ്ങളുടെ ഏജ് എത്ര. ഇപ്പൊ ഒരാൾ വന്നു, കോയാമുക്കായിനോടും ചോദിക്കും. പ്രായമായിട്ട് വടിയും കുത്തി വന്ന ഒരാൾ, എല്ലാ കോലത്തിലുള്ള ആളുകളും വരുമല്ലോ. വരുന്ന സമയത്ത് അയാളോട് ചോദിക്കും, നിങ്ങൾ ഫീമെയിലാ മെയിലാ? ഞാനാ. ഇതെന്തിനാണ് ഈ ചോദ്യം? ആണോ പെണ്ണോ നമ്മൾ ചോദിക്കൂല. കാണുന്നത് അറിയുന്നതൊക്കെ എഴുതി വെക്കാം അല്ലേ? ഇത് ആണുങ്ങൾ പെണ്ണുങ്ങൾ. ഇവിടെ ഒരാളും ഈ മറ്റു ട്രാൻസ്ജെൻഡർ ഒന്നും വരാനില്ല. കൂടുതൽ ഒരു നാട്ടിൻ പ്രദേശത്തെ ഇതാണ്. അപ്പോ ചില ഇംഗ്ലീഷ് വാക്കുകൾ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. പ്രൊഫഷണൽ സോണിൽ നിന്ന് ചൂടാവുന്ന സമയത്ത് പേഴ്സണൽ സോണിലേക്ക് മാറ്റുന്നു. ഒക്കെയാണ് പേഴ്സണൽ സോണിലേക്ക് മാറ്റുന്നു. മനസ്സിലായോ? വേറൊരു കാര്യം ചെയ്യാം. അവരുടെ കൂടെ നിന്നിട്ട് അവരെയും കൂട്ടി ഒറ്റക്ക് വിടാതെ കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പറ്റും. 1, 2, 3 ആളുകളായിരിക്കും ഇങ്ങനെയുള്ള കുണുകുണു ആളുകൾ വരുന്നതെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ടുപോവാം. പേഴ്സണൽ സോണിലേക്ക് കൊണ്ടുവന്നത് എന്താണ്? ഉപ്പ. എന്താണ് ആ ഒരു വിളി? ഞാൻ സത്യത്തില് നമ്മളെ മക്കളിങ്ങനെ കരയാണ്. ഈ ഇമോഷണൽ ചേഞ്ച് എന്ന് പറയും. ഇമോഷണൽ ചേഞ്ച് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇമോഷണൽ ചേഞ്ച് അഥവാ ഒരു 10 വയസ്സായ കുട്ടി, ആ കുട്ടിക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി. എല്ലാരും കരയുന്നുണ്ട്. ആ കുട്ടി നന്നായിട്ട് ഇങ്ങനെ ചിരിക്കാൻ കരയുമ്പോ ഇങ്ങനെ കരയാണ്. ഇങ്ങനെ കരയുന്ന സമയത്ത് പെട്ടെന്നാണ് അവനോട് നമ്മൾ പോയി ചോദിക്കാണ്, നിന്റെ കളിപ്പാട്ടുണ്ടല്ലോ. മറ്റുള്ള ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ മോന്, നിന്റെ കളിപ്പാട്ട് എവിടാ വെച്ച്? കളിപ്പാട്ടുണ്ടല്ലോ അൽമാറിന്റെ അതിന്റെ അടിയിലുണ്ട്. അടിയിലുണ്ട്. പിന്നെ അങ്ങ് മറന്നു. 1 സെക്കൻഡ് 3 സെക്കൻഡ് മറന്നു. എന്താ കണ്ടോ? ഇമോഷണൽ ചേഞ്ച് കണ്ടോ നിങ്ങൾ?